പറയാം പറയാം. എന്താണ്? ഒരു സ്ത്രീ എന്റെ പിന്നാലെ വന്നു. ഞാനോടി, അവരും എന്റെ പിന്നാലെ ഓടി. ഒടുവിലൊരു തരത്തില് ഞാനൊരു ഓട്ടോറിക്ഷ കയറി മുങ്ങി. മിക്കവാറും ഒരു വേറെ ഓട്ടോ പിടിച്ച് എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. അവരെന്തിനാ നിന്നെ ഫോളോ ചെയ്തത്? നല്ല പോക്കറ്റടിക്കാരിയെ പിടിച്ചുപറിക്കാരിയെ വല്ലതാണോ? അതോ നീ അവരുടെ അടുത്ത് വല്ല നമ്പരും ഇറക്കിയോ? അല്ലല്ല, ഞാനേ ശില്പയായിട്ട് സംസാരിച്ചു നിൽക്കുമ്പോ ആ സ്ത്രീ ഒരു ആവശ്യമില്ലാതെ ഇടയ്ക്കേറി വന്നതാ. ശില്പി നീ എവിടെ വെച്ച് കണ്ടു? അത് പിന്നെ അതൊരു ഫാന്റസി ആയിരുന്നു. ഇല്യൂഷൻ, മായ മായ മായ. ശില്പ ഇടയ്ക്കിടയ്ക്ക് ഒരു മായ പോലെ എന്റെ അടുത്ത് വരാറുണ്ടല്ലോ. പക്ഷെ ആദ്യമായിട്ട് ആ മായക്കകത്തൊരു വട്ട് പെണ്ണുമ്പിള്ള കയറി വന്നത്. കൂട്ടുകാരി അത്രയ്ക്കെങ്ങ് മിസ് ചെയ്യുന്നുണ്ടെങ്കിലേ അന്ന് വിളിച്ച അവളുടെ വീട്ടിലെ നമ്പറിലേക്ക് ഒന്ന് വിളിച്ചു നോക്ക്. എന്നിട്ട് ശില്പയുടെ പുതിയ നമ്പർ ചോദിക്ക്. ഞാനത് പലതവണ ആലോചിച്ചു. പക്ഷെ ഇപ്പൊ അവളെ വിളിച്ചാ ഞാൻ എന്ത് പറയും മാളു ചേച്ചി? അവളുടെ സ്വപ്നം പോലെ അവൾക്കൊരു ജോലി കിട്ടിയെന്നല്ലേ എന്ന് അവളുടെ അച്ഛൻ പറഞ്ഞേ. പക്ഷെ ഞാനിപ്പോഴും പഴയതുപോലെ കോടീശ്വരനെയും സ്വപ്നം കണ്ട് തേഞ്ഞൊട്ടി നടക്കുമല്ലേ. അതെങ്ങനെ ഞാൻ അവളോട് പറയും? അവളെന്നെ കളിയാക്കി കൊല്ലില്ലേ? അത് നീ കാണുന്ന സ്വപ്നങ്ങളുടെ കുഴപ്പമല്ല. സാധാരണ പെൺകുട്ടികൾ കാണുന്ന സ്വപ്നങ്ങൾ കണ്ടാലേ ഒരു പ്രശ്നമില്ല. എന്തായാലും കണ്ടുപോയില്ലേ, ഇനിയിപ്പോ അത് ഡിലീറ്റ് ചെയ്ത് കളയാനൊന്നും പറ്റില്ലല്ലോ. നീ വിചാരിച്ചാ അത്തരം വട്ട് സ്വപ്നങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യാൻ പറ്റും മോളെ. ഞാൻ വിചാരിക്കില്ലല്ലോ, അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ലല്ലോ. അധികം വൈകാതെ ആര്യൻ സെറ്റാവും. അത് കഴിഞ്ഞ് ആര്യനെ പരിചയപ്പെടുത്താൻ വേണ്ടി നല്ല ഗമയിൽ തന്നെ ഞാൻ ശില്പയുടെ നമ്പർ തപ്പിയെടുത്ത് വിളിച്ചോളാം. അല്ലെങ്കിലേ അവളുടെ വീട് വരെ പോകാനേ എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ചമ്മി പോയി, ചമ്മി ചമ്മി. കീർത്തിയുടെ കഴുത്തിലൊരു താലി കെട്ടിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവളെ ഇതുവരെ കളങ്കപ്പെടുത്തിയിട്ടില്ല റോഷ. കാരണം അവളുടെ മനസ്സിൽ ഇപ്പോഴും റോഷന്. MS എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. സത്യം, അവളുടെ അവഗണന കൊണ്ട് ഞാൻ മടുത്തു. വേദനയോടെ അവളെ നിനക്ക് വിട്ടുതരാൻ ഞാൻ തയ്യാറാണ് റോഷൻ. അങ്ങനെ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിൽ ഇല്ലല്ലോ MS. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു, അത്രേ ഉള്ളൂ. നിനക്കെങ്ങനെയായിരിക്കും, പക്ഷെ അവള് നിന്നെ കണ്ടത് ഒരു ഫ്രണ്ടിനും അപ്പുറം സ്വന്തം ഭർത്താവിന്റെ സ്ഥാനത്താണ്. റോഷന്റെ ഏതെങ്കിലും പെരുമാറ്റങ്ങൾ അവൾക്കൊരു പ്രതീക്ഷ കൊടുത്തിരിക്കാം. എന്റെ മനസ്സിൽ അവളോടൊരു ഇഷ്ടമുണ്ടായിരുന്നു, പക്ഷെ ഞാനത് അവളുടെ മുന്നിൽ വെച്ച് പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു ജോലി കിട്ടിയിട്ട് മനസ്സുറക്കാന്നാ ഞാൻ കരുതിയത്. ഇപ്പൊ അവള് വിവാഹിതയായ സ്ഥിതിക്ക് ഞാൻ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. ഇക്കാര്യം നീ അവളോട് തുറന്നു പറയണം, എങ്കിലേ അവൾ എന്റെ സ്വന്തമാവും. നിനക്കറിയോ, വിവാഹം കഴിഞ്ഞിട്ടും 2 മുറികളിലാണ് ഞങ്ങൾ ഉറങ്ങുന്നത്. നിങ്ങൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചല്ലേ? അത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എല്ലാരും ഞങ്ങളെ തെറ്റിദ്ധരിച്ചതാ. ഞാൻ കാരണം ആ പാവം പെൺകുട്ടിക്ക് ഒരു പേരുദോഷം ഉണ്ടാവരുതെന്ന് കരുതിയാ ഞാൻ വിവാഹം കഴിച്ചത്. അത് ഇത്രയും പ്രശ്നമാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. MS വിഷമിക്കണ്ട, ഇനി നിങ്ങളെ ഒരുമിച്ച് ജീവിക്കേണ്ടത്. ഞാൻ അവളോട് സംസാരിക്കാം. അങ്ങനെയാണെങ്കിൽ അധികം വൈകാതെ നമുക്ക് 2 പേർക്കും കൂടി ഒരുമിച്ചിരുന്ന് സംസാരിച്ച് കീർത്തിയെ കൺവിൻസ് ചെയ്യിക്കാം. അതിനുള്ള അവസരം ഉണ്ടാക്കിയിട്ട് ഞാൻ വിളിച്ച റോഷൻ വരത്തില്ലേ? വരാം. മതി, താങ്ക്സ്. അധികം വൈകാതെ ഞാൻ വിളിക്കാം. റോഷൻ പൊയ്ക്കോ, ഞാൻ കുറച്ചു നേരം കൂടെ തനിച്ചിരുന്ന് വേദനിക്കട്ടെ. ശരി.
മിഥുനേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? എന്റെ പൊന്നെ, റോഷൻ എൻ്റെ ഒരു ഫ്രണ്ട് മാത്രാ. മിഥുനേട്ടന് ഞങ്ങൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ ഫ്രണ്ട്ഷിപ്പും വേണ്ടാന്ന് വെക്കാം. ജീവിതത്തില് ഞാൻ മിഥുനേട്ടനെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ. അതൊക്കെ എനിക്കറിയാം. പക്ഷെ എൻ്റെ കീർത്തി വേറെ ആരോടും അടുക്കുന്നത് എനിക്കിഷ്ടമല്ല. അയ്യോ, എന്ന് കരുതി ഞാനൊരു സംശയരോഗിയാണെന്നൊന്നും എൻ്റെ മോളെ തെറ്റിദ്ധരിക്കരുത്. ഒരിക്കലും ഇല്ല മിഥുനേട്ടാ. ഇതൊരു ചെറിയ പൊസസീവ്നെസ് മാത്രമാണെന്ന് എനിക്കറിയാം. ഞാൻ എന്തോ മനഃപൂർവ്വം മിഥുനേട്ടനെ നിരാശപ്പെടുത്താണെന്നും പറഞ്ഞ് അമ്മ എന്നെ ഇപ്പൊ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്. ഇന്നു മുതൽ ഞാൻ ഈ റൂമിൽ താമസിച്ചാൽ മതിയെന്ന് അമ്മ പറഞ്ഞു. നിന്റെ അമ്മ, നമ്മുടെ അമ്മ ദൈവ തുല്യാണ്. എന്നെ മരുമകനായിട്ടല്ല, മകനെ പോലെ ആന്റി കാണുന്നത്. ഇങ്ങനൊരു അമ്മായി അമ്മയെ കിട്ടിയ ഞാൻ ഭാഗ്യവാനല്ലേ? അല്ലേ? പറ മോള് പറ. മഹാഭാഗ്യവാൻ അല്ലേ? സത്യം. ഇനി ഒരിക്കലും ഞാൻ എന്റെ മോളെ സംശയിക്കത്തില്ല. മോളെ, പിന്നെയും വാതിലില് മുട്ടുന്നു. മോളെ, അമ്മയാ. ഞങ്ങൾക്ക് അകത്തേക്ക് വരാമോ? വാതില് തുറക്ക്. വന്നോളൂ അമ്മേ, വാതില് ചാരിയിട്ടേ ഉള്ളൂ. ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ശില്പ ഇപ്പോ എന്നോടൊരു കാര്യം പറഞ്ഞു. കേട്ടപ്പോ ശരിയാണെന്ന് എനിക്കും തോന്നി. ശില്പ ചേച്ചി പറഞ്ഞ അത് കറക്റ്റ് ആയിരിക്കും. ചേച്ചി എന്താ ആന്റി പറഞ്ഞത്? പറ മോളെ. എന്തായാലും വ്രതം കാരണം നിങ്ങൾ ഇതുവരെയും ഒരുമിച്ച് ജീവിച്ചിട്ടില്ലല്ലോ. ഇത്രയും ആയ സ്ഥിതിക്ക് രാംപുരത്തമ്മയുടെ നടയിൽ വെച്ച് ഒരിക്കൽ കൂടി താലി കെട്ടാം. പിന്നെ എന്തിന്? അത് കഴിഞ്ഞ് നിങ്ങൾ ഒരുമിച്ചുള്ള ജീവിതം തുടങ്ങിയാൽ മതി. അതാണ് അതിന്റെ ഒരു ശരിയെന്ന് എനിക്കും അമ്മയ്ക്കും തോന്നി. അതിന്റെ ഒന്നും യാതൊരു ആവശ്യമില്ല. താലിയൊക്കെ കെട്ടിയതല്ലേ? കണ്ടില്ലേ?